ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇന്നലെ രാത്രി ഞാനൊരു ലൈവ് സ്ട്രീമിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് യൂട്യൂബിൽ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവർ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വേറൊരു വ്യക്തി കൂടെ ഉണ്ട് ആ ലൈവിനകത്ത്. നമുക്ക് എന്തായാലും അതിൻ്റെ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. ഞാൻ പറയുന്നത് ഓരോരുത്തരായിട്ട് കൊല്ലട്ടെ. ഇപ്പൊ ഒരു പെൺകൊച്ചിന്റെ അച്ഛനെ കൊന്നില്ലേ അവരൊക്കെ? ഇപ്പൊ ഒരു പെൺകൊച്ചിന്റെ അച്ഛനെ കൊന്നില്ലേ? കളിരാജും പിന്നെന്താണ് വേറെ ആരായിരുന്നു, മറ്റേ അച്ചുമ്മയൊക്കെ ചേർന്ന് കൊന്നില്ലേ? ബാക്കി എല്ലാവരെയും കൊല്ലട്ടെ, അതാണ് വേണ്ടത്. നമുക്ക് കാണാൻ പറ്റുന്നത് പറത്തു പോണാണ് കാണാൻ പോകുന്നത്. ഒരു സുഖം, ഒരു മനസ്സുഖം. ദുബായിൽ വണ്ടി ഓടിച്ച ഒരാൾക്ക് നാട്ടിലിങ്ങനെ ഫ്രീ റോഡ് കിട്ടുമ്പോൾ സുഖമാണ്. ഇതിപ്പോ കല്ലമ്പലം എത്തിയിട്ടില്ലല്ലോ ചേച്ചിയത്. അത് ശരി, ചടയമംഗലം കഴിഞ്ഞ നിങ്ങളിത് എന്ത് വിടക്കം വിടുന്ന വണ്ടിയത്? കോളം തോണ്ടുന്ന പണിയാൻ ചെയ്യും. ഒരു FIR നിന്റെ മണ്ടയ്ക്ക് ഇട്ട് കഴിഞ്ഞാ നീ മോനെ നിന്നെ സുൽത്താനേറ്റ് FIR അടക്കല്ലേ? അത് ജാമ്യം എടുത്താ പോലെ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ, നമ്മുടെ നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയുന്ന, നിയമപരമായിട്ടുള്ള എല്ലാത്തരം റൂൾസും റെഗുലേഷൻസും ഒക്കെ അറിയുന്ന ഒരു സ്ത്രീയാണ് ഇത്തരം തോന്നിയവാസം നടു റോഡിൽ പബ്ലിക്കായിട്ട് അർദ്ധരാത്രി നടു റോഡിൽ, പബ്ലിക് റോഡാണ്, ഹൈവേയിൽ കാണിച്ചു കൂട്ടിയേക്കുന്നത്. ഇവരുടെ ഈ തോന്നിയാസം കാരണം നിരപരാധിയായിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിയാകും? ആര് സമാധാനം പറയും? ഇന്നും ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാരും തന്നെ കാണുന്നില്ലേ? നമ്മുടെ സഞ്ജു ടെക്കിനെ പോലുള്ള യൂട്യൂബേഴ്സുമാരൊക്കെ വണ്ടി മോഡിഫിക്കേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പം അവരുടെ ലൈസൻസ് വരെ കട്ട് ചെയ്ത നാടാണ് നമ്മുടേത്. എന്നിട്ടാണ് അവരെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട്, നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ നടു റോഡിൽ കിടന്ന് ഈ തോന്നിയാസം കാണിക്കുന്നത്. അപ്പോൾ പറയുമായിരിക്കും ഞാൻ മൊബൈൽ യൂസ് ചെയ്യുന്നില്ല എന്ന്. മൊബൈൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് മൊബൈൽ അവിടെ വെച്ചിട്ട് ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇവർ സംസാരിക്കുന്നത് ഓരോ കാര്യങ്ങളും. ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ മതി ഒരു ജീവൻ നഷ്ടമാകാൻ. നിങ്ങളുടെ ഈ അശ്രദ്ധ കാരണമാണ് ഒരു ജീവൻ നഷ്ടമാകുന്നതെങ്കിൽ നിങ്ങളതിന് ഉത്തരവാദിയാകുമോ? അപ്പോൾ ദയവേത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് തന്നെയാണ് എല്ലാ നിയമവശങ്ങളും അറിയാതെ നിങ്ങൾ സ്വയം പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവായി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ റൂമിനകത്തിരുന്നോ ഹാളിലിരുന്നോ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ ഈ ലൈവ് ചെയ്യുന്നത് വളരെ തെറ്റാണ്. അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടികളെപ്പറ്റി നമ്മുടെ ഗവൺമെൻറ്റിലെ നീതി എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ബ്ലോഗിങ്, അതുപോലെയുള്ള വണ്ടികൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്, ബ്ലോഗിങ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഒഫൻസ് ആണെന്നാണ് പറയുന്നത്. വലിയ ക്രിമിനൽ കുറ്റമൊന്നും അല്ലെങ്കിൽ പോലും ഇതൊക്കെ ഒഫൻസാണ്. അപ്പോൾ നീതിയൊക്കെ അറിയുന്ന വ്യക്തികൾക്ക് ഈ നീതി അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥ അറിയാതായിപ്പോയോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഡ്രൈവേഴ്സ് ക്യാബിനകത്തു കൊണ്ട് നിന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒഫൻസാണ്. കാരണം ഒരു നിമിഷത്തെ ശ്രദ്ധ കൊണ്ട് നമുക്ക് ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം, ഓപ്പോസിറ്റ് വരുന്ന വ്യക്തികൾക്ക് അപകടങ്ങൾ സംഭവിക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സ് ക്യാബിനകത്തു കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തികച്ചും തെറ്റ് തന്നെയാണ്. അപ്പോൾ പറയും ചിലപ്പോൾ അർദ്ധരാത്രിയാണ്, റോഡിൽ വണ്ടികളൊന്നുമില്ല എന്ന്. പറയാൻ പറ്റില്ല. പല ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. ഏത് ആൾക്കാർക്കാണ് ഏത് നിമിഷമാണ് എന്തെങ്കിലും എമർജൻസി വന്നിട്ട് അവർ വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്നത് ചിലപ്പോൾ ഒരു നിരപരാധിയായ മനുഷ്യനായിരിക്കാം. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. നിങ്ങളുടെ ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ മതി അവരുടെ ജീവൻ നഷ്ടമാകാം. അപ്പോൾ ദയവേത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ആരും തന്നെ പ്രോത്സാഹിപ്പിക്കരുത്. ബഹുമാനപ്പെട്ട ശ്രീ ഗണേഷ് കുമാർ എന്ന മന്ത്രി ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഈ സ്ത്രീക്കെതിരെ നടപടിയെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.